നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ പിഒ അഷ്ടമിച്ചിറ ചാലക്കുടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം നടന്നു. COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ നിദ്ര ഗ്യാസ് ക്രിമിറ്റോറിയം പ്രവർത്തന സജ്ജമായി. ED ടൈസൺ MLA പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ലഹരി വിമുക്ത തീരം ക്യാമ്പയിനിന്റെ കയ്പമംഗലം മണ്ഡലതല ഉദ്ഘാടനം നടന്നു. വാർത്തകൾ വിശദമായി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചാലക്കുടിയിൽ പ്രതിനിധി സമ്മേളനം നടന്നു. രാവിലെ പതാക ഉയർത്തൽ ചടങ്ങിന് ശേഷം നടന്ന പ്രതിനിധി സമ്മേളനം COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. COA ജില്ലാ സെക്രട്ടറി P ആന്റണി, ജോയിന്റ് സെക്രട്ടറി സന്തോഷ് ജോർജ്, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, COA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ PP സുരേഷ് കുമാർ, K ഗോവിന്ദൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി K ഗോവിന്ദൻ, സംസ്ഥാന സെക്രട്ടറി PB സുരേഷ്, R മോഹനകൃഷ്ണൻ, CG ജോസ്, TL ടോണി എന്നിവർ സംസാരിച്ചു. നാളെ ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ നിദ്ര ഗ്യാസ് ക്രിമിറ്റോറിയം പ്രവർത്തന സജ്ജമായി. MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 50 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഗ്യാസ് ക്രിമിറ്റോറിയം ഉദ്ഘാടനം നടത്തിയിരുന്നു. എന്നാൽ ജനറേറ്ററിന്റെ അഭാവം മൂലം പ്രവർത്തന സജ്ജമായിരുന്നില്ല. മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ജനറേറ്റർ സ്ഥാപിച്ച് ഇപ്പോൾ ഗ്യാസ് ക്രിമിറ്റോറിയം പ്രവർത്തന സജ്ജമായിരിക്കുകയാണ്. ജനറേറ്ററിന്റെ പ്രവർത്തനോദ്ഘാടനം ED ടൈസൺ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മണപ്പുറം ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് D ദാസ് പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ER ഷീല, സായിദ മുത്തുക്കോയ തങ്ങൾ, ഹേമലത രാജുക്കുട്ടൻ, വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി K ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ എക്സൈസ്, പൊതുവിദ്യാഭ്യാസം, വനിതാ ശിശുക്ഷേമ വകുപ്പുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ലഹരി വിമുക്ത തീരം ക്യാമ്പയിനിന്റെ കയ്പമംഗലം മണ്ഡലതല ഉദ്ഘാടനം നടത്തി. ഇതോടൊപ്പം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡും വിവാഹ ധനസഹായ വിതരണവും നടത്തി. ED ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. എറണാകുളം മേഖല റീജിയണൽ എക്സിക്യൂട്ടീവ് S ജയശ്രീ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ വിവാഹ ധനസഹായ വിതരണം നടത്തി. അഴീക്കോട് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമ, ഫിഷറീസ് എക്സിക്യൂട്ടീവ് ഓഫീസർ EB സുമിത, എക്സൈസ് ഇൻസ്പെക്ടർ M ശ്യാംനാഥ്, സ്കൂൾ പ്രിൻസിപ്പൽ EG സജിമോൻ, KP ഷാജി, BA ശക്തിധരൻ, PK ശശി, NK സുധാകരൻ, KG ദിവാകരൻ, KB പ്രഭിത എന്നിവർ സംസാരിച്ചു. തുടർന്ന് ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാടകമുണ്ടായി. കുഴിക്കാട്ടിശ്ശേരി ഗ്രാമികയിൽ ഓർമ്മയുടെ പുസ്തകം പ്രകാശനവും നീതിയും കവിതയും സംവാദവും നടന്നു. ഓർമ്മയുടെ പുസ്തകം പ്രമുഖ കവി KGS പ്രകാശനം ചെയ്തു. പ്രമുഖ എഴുത്തുകാരൻ V മുസഫർ അഹമ്മദ് ഏറ്റുവാങ്ങി. എന്നും ഗ്രാമികയുടെ പ്രവർത്തകർക്ക് അത് കിട്ടമാഷാണെങ്കിലും വടക്കടുത്ത് പത്മനാഭനാണെങ്കിലും അങ്ങനെ ഇവിടുന്ന് എത്രയോ കാലം പതിറ്റാണ്ടുകളായിട്ട് എനിക്ക് ഇവരോട് അടുപ്പമുണ്ട്. അവരുടെ സംസാരത്തിൽ എപ്പോഴും അവർ അശാന്തരാണ്. പലതരം ഉത്കണ്ഠകളാണ്. അത് ഫാസിസത്തെപ്പറ്റി, ജനാധിപത്യത്തിൻ്റെ തകർച്ചയെപ്പറ്റി, സാമൂഹ്യമായ തിന്മകളെപ്പറ്റി, സ്നേഹമില്ലായ്മയെപ്പറ്റി, മൂല്യമില്ലായ്മയെപ്പറ്റി, അഴിമതി വർദ്ധിക്കുന്നതിനെപ്പറ്റി, സംഘർഷത്തെപ്പറ്റി, ഫാസിസത്തിനെതിരായ ഐക്യമുന്നണി ഉണ്ടാവേണ്ടതിനെപ്പറ്റി എപ്പോഴൊക്കെ ഉണ്ടോ അപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആൻസൈറ്റി, ഒരു ആകാംക്ഷ നമ്മളിലേക്ക് സംക്രമിപ്പിച്ചുകൊണ്ടാണ് ഈ ചങ്ങാതിമാർ വന്നു പോകുന്നത്. വന്നു പോയി കഴിഞ്ഞാൽ ഞാനൊന്ന് കുളിച്ചോണ്ടുന്ന പോലെ പെട്ടെന്ന് വളരെ ഒരു ഫ്രഷ്നെസ് എന്ന് പറയാവുന്ന ഒരു ഉന്മേഷം എനിക്ക് വർദ്ധിക്കാറുണ്ട്. പ്രൊഫസർ കുസുമം ജോസഫ് അധ്യക്ഷത വഹിച്ചു.
കവിത മാംസഭോജിയാണ് എന്ന കാവ്യസമാഹാരത്തിന് ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായ PN ഗോപികൃഷ്ണന് ഗ്രാമികയുടെ ആദരം KGS നൽകി. MG ബാബു, രമേശ് കരിന്തലക്കൂട്ടം, ഫാദർ ജോൺ കവലക്കാട്ട്, കവർ ഡിസൈൻ ചെയ്ത ചിത്രകാരൻ വിനയ് ലാൽ, ഋഷികേശ് PB, വാസുദേവൻ പനമ്പിള്ളി, VK ശ്രീധരൻ, ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ, പത്രാധിപ സമിതി അംഗം ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. 4 ലക്ഷം രൂപ വിനിയോഗിച്ച് 110 പേർക്കാണ് കട്ടിലുകൾ നൽകിയത്. പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ വിനീത മോഹൻദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജുക്കുട്ടൻ, ICDS സൂപ്പർവൈസർ പ്രമീന, പഞ്ചായത്ത് സെക്രട്ടറി K ശ്രീകുമാർ, പഞ്ചായത്ത് അംഗങ്ങളും സംസാരിച്ചു. മാള കാർമൽ കോളേജിൽ കോളേജ് ദിനാഘോഷവും യാത്രയയപ്പ് ചടങ്ങും നടന്നു. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ L സുഷമ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സമ്പ്രദായം സ്കൂളിൽ മാറുന്നത് പോലെ ഇനി കോളേജിലും മാറുകയാണ്. ഇപ്പം ബിഷപ്പ് പറഞ്ഞു അടുത്ത വർഷം 4 ഇയർ കോഴ്സുകൾ ഇവിടെ ഉണ്ടാവുന്നു. 4 ഇയർ കോഴ്സുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വായിക്കുന്നുണ്ടാവും അല്ലെ? 4 ഇയർ കോഴ്സ് ഉണ്ടാവുമ്പോൾ ഒരു ചെറിയ ഉദാഹരണത്തിൽ കൂടി ഞാൻ പറയാം. ഇതുവരെ കോളേജ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സദ്യ ഇടുന്നത് പോലെയായിരുന്നു കേരളത്തിന്റെ രീതിയിൽ. ആദ്യം ഏത് വിളമ്പും, ഇടത്തുനിന്ന് വിളമ്പുന്നു, ഇന്നത് വിളമ്പുന്നു, പായസം അവസാനേ തരുള്ളൂ, സാമ്പാറാണ് ആദ്യം തരിക, ഒഴിക്കാൻ, ഇങ്ങനെ കൃത്യമായ വിഷയങ്ങൾ സെമിസ്റ്ററുകളിൽ പറഞ്ഞുകൊണ്ട് അല്ലെ? ഈ വിഷയം എടുക്കേണ്ടത് ഇന്ന സെമിസ്റ്ററിലാണ്, ഈ വിഷയം ഇങ്ങനെയാണ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ. അങ്ങനെ വരുമ്പോഴേക്ക് കല്യാണരാമൻ സിനിമയിൽ പറയുന്ന പോലെ ഇന്നസെന്റ് പറയുന്നുണ്ട്, നിനക്ക് കുറച്ചും കൂടി ചോറിട്ടാൽ എന്താ, നിർബന്ധപൂർവ്വം ചോറ് വേണ്ടെങ്കിലും കൊടുക്കുക അല്ലെ? ഭക്ഷണം ഇത് വേണോ, ഈ കറി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ല, നമ്മൾ വരുമ്പോ തന്നെ നമ്മുടെ ഇലയില് കുറച്ച് കറിയൊക്കെ വിളമ്പിച്ചിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട രൂപതാമെത്രാൻ മാർ പോളി കണ്ണുകാടൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനേജർ ഡോക്ടർ സിസ്റ്റർ വിമല, PTA വൈസ് പ്രസിഡന്റ് C രാധിക വിരമിക്കുന്നവർക്കുള്ള പുരസ്കാരങ്ങൾ സമർപ്പിച്ചു. മാള ഫറാനപ്പള്ളി വികാരി ഫാദർ ജോർജ് പാറേമൻ എൻഡോമെന്റ് കൈമാറി. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു സമ്മാനദാനം നിർവഹിച്ചു. ഫാദർ ജെയിൻ താണിക്കൽ, വാർഡ് മെമ്പർ നിത ജോഷി, സെലിൻ തോമസ്, മേരി ഫിലിപ്പ്, ഡോക്ടർ ബിന്ദു KB, അനധ്യാപിക പ്രതിനിധി ജിജി MD, വിദ്യാർത്ഥിനി പ്രതിനിധി ആര്യ ഗോപി, ചെയർപേഴ്സൺ ഫാത്തിമത്ത് റിസ്വാന എന്നിവർ സംസാരിച്ചു. KKTM സീഡ്സിന്റെ ആഭിമുഖ്യത്തിൽ റൈറ്റിംഗ് പാഡ് ചെയറുകൾ വിതരണം ചെയ്തു. KKTM സീഡ്സിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ വിജയമോഹൻ, ഡോക്ടർ ഷീല ദമ്പതികൾ സ്പോൺസർ ചെയ്ത റൈറ്റിംഗ് പാഡ് ചെയറുകളാണ് വിവിധ വായനശാലകൾക്ക് വിതരണം ചെയ്തത്. തിരക്കഥാകൃത്ത് PS റഫീഖ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സീഡ്സ് പ്രസിഡന്റ് ആര്യ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വിജയമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ഷീല, UK ചന്ദ്രൻ, UK വിശ്വനാഥൻ, ഡോക്ടർ ആന്റണി ഡെയിൻ, അഡ്വക്കേറ്റ് ഭാനുപ്രകാശ്, അഡ്വക്കേറ്റ് റംലത്ത് KK, പ്രിയേഷ്, സുനിത, ഹരിദാസ്, പ്രദീപ് കുമാർ രാജ, ലീന പ്രതാപൻ, TK കോമളം തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സെക്രട്ടറി NR വിനോദ്, സീഡ്സ് വൈസ് പ്രസിഡന്റ് നന്ദകുമാർ തോട്ടത്തിൽ, പണ്ഡിറ്റ് കുറുപ്പൻ സ്മാരക വായനശാല പ്രസിഡന്റ് NK തങ്കരാജ്, കലാസൃഷ്ടി ക്ലബ് സെക്രട്ടറി ഷിഹാബ് KH, ബിന്നി എന്നിവർ സംസാരിച്ചു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ നിന്ന് നടന്ന പ്രതിഷേധ ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച CPM മേത്തല ബൂത്ത് കമ്മിറ്റി ഗൃഹസന്ദർശന പരിപാടി നടത്തി. അഞ്ചപ്പാലം പരിസരത്ത് നടത്തിയ പരിപാടി മേത്തല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CP രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഉഷ ഗോപി, കർഷക സംഘം സെക്രട്ടറി MK സക്കീർ, വാർഡ് കൗൺസിലർ അലീമ റഷീദ്, OA ജലീൽ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം നടന്നു. COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു.
പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ നിദ്ര ഗ്യാസ് ക്രിമിറ്റോറിയം പ്രവർത്തന സജ്ജമായി. ഇ.ഡി. ടൈസൺ എം.എൽ.എ. പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ലഹരി വിമുക്ത തീരം ക്യാമ്പയിനിന്റെ കയ്പമംഗലം മണ്ഡലതല ഉദ്ഘാടനം നടന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.